നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. സമയം ഇപ്പോൾ 3:30 ഇന്ന് നമ്മൾ പോകുന്നത് നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു ട്രെയിൻ യാത്ര കേട്ടോ. അപ്പോൾ എന്നും വൈകിട്ട് 4:10 ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട് പാലക്കാട്ടേക്ക്. അതിന് പോകാനാണ് നമ്മുടെ പ്ലാന്. അത് ഏകദേശം 7 മണി 7:10 ആകുമ്പോഴേക്കും പാലക്കാട് എത്തും. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടില്ല കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ആ കിടക്കുന്നത് നമ്മുടെ രാജറാണി എക്സ്പ്രസ് ആട്ടോ. രാത്രി 9:40 ഇവിടുന്ന് കൊച്ചുവേളിയിലേക്ക് പോകുന്ന ട്രെയിനാണ് ആ കിടക്കുന്നത്. അതായത് നിലമ്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നിലമ്പൂർ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ റൂഫൊക്കെ വന്നേക്കുന്നത് കാണാം കേട്ടോ. നമുക്ക് ഇടയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഈ ഭാഗത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ഒരു ട്രെയിൻ യാത്ര ആയിരിക്കും കേട്ടോ. നിലമ്പൂർ ഫോറസ്റ്റിനിടയിൽ കൂടെ പാലക്കാട്ടേക്കുള്ള ഒരു യാത്ര ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നിലമ്പൂർ റോഡ് എന്ന് പറഞ്ഞിട്ട് നെയിം ബോർഡൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ട്രാക്കൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് എൻഡാണ്. ഇവിടെയായിട്ട് ട്രാക്ക് എൻഡ് കേട്ടോ. അങ്ങോട്ട് ട്രാക്കൊന്നും വരുന്നില്ല. ഇവിടെയായിട്ട് ലോക്കോമോട്ടീവ് കിടക്കുന്നതാണ് കേട്ടോ നമുക്ക്. അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും പുറകിലാട്ടോ. ഏറ്റവും എൻഡ് ഭാഗത്താണ് നിൽക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാം നമുക്ക്. എന്തായാലും പൊതുവേ ഇപ്പോൾ ആൾക്കാർ കുറവാട്ടോ. ഷൊർണൂരൊക്കെ കഴിയുമ്പോഴേക്കായിരിക്കും പക്ഷേ തിരക്കൊക്കെ വരുന്ന ട്രെയിനിൽ കേട്ടോ. ഇപ്പോൾ എന്തായാലും ആൾക്കാർ കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ട്രെയിൻ 3:45 ആകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ. അത് കറക്റ്റ് 4:10 തന്നെ ഇവിടുന്ന് എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലേ, മൊത്തം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നത്, മൊത്തം അങ്ങനെ ഉണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട്. ഈ ഒരു റൂട്ടിലെ മരങ്ങളൊക്കെ കുറേ മുറിച്ചിട്ടു. ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല കേട്ടോ. പോരാത്തതിന് ഇപ്പം നല്ല വെയിലും ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ റൂട്ടിൽ എത്രത്തോളം ഭംഗി കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. 3:45 ആയി വരുന്നത്. നമ്മുടെ വണ്ടി വരാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇപ്പോൾ എത്തും. അതുപോലെ ഒരാൾക്ക് നിലമ്പൂരിൽ നിന്ന് പാലക്കാട് വരെ വരുന്ന ചാർജ് 30 രൂപ കേട്ടോ. നമുക്ക് ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോകാൻ ഏറ്റവും സിമ്പിൾ മാർഗ്ഗം ഇതാണ്. ഒരു 2-3 മണിക്കൂറും കൊണ്ട് നമ്മൾ പാലക്കാട് എത്തും കേട്ടോ. 4:10 തുടങ്ങുന്ന യാത്ര ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പാലക്കാട് എത്തും. ഈ ഒരു മരമൊക്കെ നോക്കിയേ, ഒറ്റ ഇലയില്ല കേട്ടോ. വേൽ മുഴുവൻ കൊഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലും ചൂടല്ലേ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മരത്തിൽ മാത്രമില്ല. നമ്മുടെ വണ്ടി ഇതാ 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കേട്ടോ. കറക്റ്റ് 3:50 ആയി നേരം. ഇവിടെ ആ റൂഫിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ ഇത് വർക്ക് കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ നമ്മൾ കയറുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ബോഗിയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ബോഗികളൊന്നും വരുന്നില്ല. നമ്മുടെ എൻജിൻ അതാ തിരിച്ചതിൽ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകും. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തിലേക്ക് കയറുന്നത്. അങ്ങനെ ട്രെയിനിനകത്തേക്ക് കയറി കേട്ടോ. ആരും ഇല്ല ഇതിനകത്ത്, മുഴുവൻ കാലിയാട്ടോ. ആൾക്കാരൊക്കെ കയറി തുടങ്ങുന്നുള്ളൂ. അതുപോലെ ഈ ഒരു നിലമ്പൂരിൽ നിന്ന് വലിയ തിരക്കൊന്നും വരുമല്ലോ കേട്ടോ. നമ്മളൊന്നെങ്കിൽ വാണിയമ്പലം എന്ന് പറയുന്ന സ്റ്റേഷൻ കഴിയണം, അല്ലെങ്കിൽ പിന്നെ ഷൊർണൂർ കഴിയണം കേട്ടോ. കുറച്ച് തിരക്കാണെന്നുണ്ടെങ്കിൽ. എന്തായാലും നിലവിൽ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല. എന്തായാലും നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ ഇതിൽ. അതുപോലെ ഈ ഒരു കോച്ചിനകത്ത് ചാർജിങ് സോക്കറ്റൊന്നും ഇല്ല കേട്ടോ. എന്താ ഈ ഒരു ഫാനിൻ്റെ ഈ 2 സ്വിച്ചും ഇവിടെ ഇല്ല കേട്ടോ. ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്കെന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കിടക്കുന്നതാണ് നമ്മുടെ രാജറാണി കേട്ടോ. രാത്രി 9:30 നിലമ്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലോട്ട് പോകുന്ന രാജറാണി എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. സമയം ഇപ്പം 4:20 ആയിട്ടോ. നമ്മുടെ വണ്ടി ഇതാ ഇപ്പോൾ എടുത്തുള്ളൂ നിലമ്പൂരിൽ നിന്ന്. 10 മിനിറ്റ് ലേറ്റാണ് നമ്മുടെ വണ്ടി. 4:20 കഴിഞ്ഞു. നിലമ്പൂർ സ്റ്റേഷനോട് ഇതാ വിട പറയുന്നു. പാലം പണി നടക്കാം കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. അനിശ്ചിത കാലത്തേക്ക് ക്ലോസ് ചെയ്തേക്കാം കേട്ടോ. അവിടെയായിട്ട് കാണാം നമുക്ക് ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ നിലമ്പൂർ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര തുടങ്ങി കേട്ടോ. ഇങ്ങോട്ട് അടിപൊളി കാഴ്ചകളായിരിക്കും. നോക്കാം കേട്ടോ നമുക്ക്. കാണുന്നതാണ് നമ്മുടെ കുതിരപ്പുഴ പാലം കേട്ടോ.
മുതിരപ്പുഴയാണ് ഈ കാണുന്നത്. മൊത്തം വറ്റി വരണ്ട് കിടക്കേണ്ടത്. അതുപോലെ ഇനി അങ്ങോട്ട് വലിയ ആൾത്താമസമൊന്നുമില്ല. കറക്റ്റ് ഫോറസ്റ്റിനിടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. മൊത്തത്തിൽ ഡ്രൈ ആയി കിടക്കാം കേട്ടോ. അതുകൊണ്ട് വലിയ ഭംഗിയൊന്നുമില്ല ഈ റൂട്ട്. ഇപ്പോൾ നമ്മളങ്ങനെ വാണിയമ്പലം പാറയുടെ താഴെ എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് വാണിയമ്പലം സ്റ്റേഷനിലോട്ട് കഷ്ടിച്ച് 1 കിലോമീറ്ററിനടുത്തോടെ വരുന്നുണ്ട്. നമുക്ക് ഈ പാറയിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാണിയമ്പലം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു 1 കിലോമീറ്ററിനടുത്ത് നടക്കണം കേട്ടോ പുറകിലേക്ക്. ഇവിടെ കാണാം നമുക്ക് വാണിയമ്പലം പാറയുടെ കയറുന്ന വഴിയൊക്കെ കേട്ടോ. ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. സ്റ്റേഷനിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വാണിയമ്പലം സ്റ്റേഷൻ. അങ്ങനെ വാണിയമ്പലം സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ. ഇവിടെ ഏകദേശം ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ ടൈം വന്നുള്ളൂ. ചെറിയ സ്റ്റേഷൻ കേട്ടോ അത്. അതുപോലെ ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും കയറാനുമില്ല ഇറങ്ങാനുമില്ല കേട്ടോ. ഈ ബോഗിലൊന്നും ആൾ തന്നെ കയറിയിട്ടില്ല. അതുകൊണ്ടല്ലേ വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിൽ കയറിയിട്ടുള്ളതുകൊണ്ട് ഇതേപോലത്തെ കറുവുകളൊക്കെ വരുമ്പോൾ അടിപൊളി കേട്ടോ കാണാൻ. ഏറ്റവും പുറകിലെ ബോഗിയിലാണ് നമ്മളുള്ളത്. ഈ ഒരു ഭാഗമൊക്കെ മൊത്തം കൃഷിയാട്ടോ. ഒരുപാട് കൃഷിയാണ്. നമുക്ക് കവുങ്ങും വാഴയൊക്കെ ആയിട്ട് ഒരുപാട് കൃഷിയാണ്. അതുപോലെ അത്യാവശ്യം ആൾത്താമസമൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ ഇത്. കാണാം. നമുക്ക് ഇതിനിടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കാണാട്ടോ നമുക്ക് ഒരുപാട് ഏരിയ കൃഷി കാണാം. അതുപോലെ റബ്ബറും കാണാം ഇതിനിടയിൽ കൂടെയൊക്കെ. അടിപൊളിയാണ്. ശരിക്കും നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മൺസൂണാട്ടോ. ചെറിയ മഴയൊക്കെ ഉള്ള സമയത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുകയാണ്. നമുക്ക് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. മരങ്ങളൊക്കെ പോയി ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളങ്ങനെ തൊടിയപ്പുലം എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഒരു മിനിറ്റൊക്കെ നമുക്ക് ടൈം വരുന്നുള്ളൂ. ഇത് കാണാം നമുക്ക് തൊടിയപ്പുലം എന്ന് പറഞ്ഞിട്ട്. മൊത്തം 18 സ്റ്റേഷനായിട്ടുള്ളത്. നമുക്ക് നിലമ്പൂരിൽ നിന്ന് പാലക്കാട് വരെ പോകുന്നതിനിടയ്ക്ക് മൊത്തം 18 സ്റ്റേഷനാണുള്ളത്. അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനാണ്. ഷൊർണൂർ, അങ്ങാടിപ്പുറം അങ്ങനത്തെ 1-2 സ്റ്റേഷനേ വലുത് വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ സ്റ്റേഷനാണ്. ഇതെല്ലാം നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ തൊടിയപ്പുലം സ്റ്റേഷൻ കവർ ചെയ്തു. അങ്ങോട്ടൊക്കെ ഒരുപാട് മരങ്ങൾ മുറിച്ചേക്കുന്ന കാണാം നമുക്ക്. ഒരുപാടുണ്ട്. ഈ 2 ഭാഗത്തുണ്ട്. ഈ ഒരു സൈഡിലുണ്ട്, അതുപോലെ അപ്പുറത്തെ ഭാഗത്തുണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങൾ മുറിച്ചേക്കുന്നത് കാണാം. നമ്മളങ്ങനെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് പോകുന്നത്.
ഇതും ചെറിയ റെയിൽവേ സ്റ്റേഷനാട്ടോ. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്, അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് കാണിക്കാത്തത് ഈ സ്റ്റേഷൻ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ രീതിയിൽ മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് പുറകു സൈഡിലായിട്ട് ആ ഒരു ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് ചെറിയ രീതിയിലുള്ള മലകളൊക്കെ കാണാം കേട്ടോ. അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ. നമുക്കിനി അടുത്ത സ്റ്റേഷൻ വരുന്നത് അങ്ങാടിപ്പുറം കേട്ടോ. അവിടെയും ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ ടൈം വരുന്നുള്ളൂ. അത് കൂടെ ആയിട്ട് കാണാം കേട്ടോ. ചെറിയ രീതിയിലുള്ള കുന്നും മലയൊക്കെ കാണാം. അതുപോലെ ആ ഒരു ഭാഗത്തൂടെ അവിടെ പെരിന്തൽമണ്ണ റൂട്ടാട്ടോ കാണുന്നത്. അതായത് നിലമ്പൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലോട്ട് പോകുമ്പോഴുള്ള റൂട്ടാണ് കാണുന്നത്. സമാന്തരമായിട്ട് തന്നെ അതിന് പുറകെ കൂടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് വീടുകൾ കാണാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ജനസാന്ദ്രതയുള്ള മേഖലയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീടുകൾ കാണാം കേട്ടോ നമുക്ക്. നമ്മളങ്ങനെ അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തി. അങ്ങാടിപ്പുറം അവിടെ മലയാളത്തിലെ കാര്യസ്ഥൻ ഫിലിമിൻ്റെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത് ഈ സ്റ്റേഷനിലാട്ടോ. അങ്ങാടിപ്പുറം സ്റ്റേഷൻ ഇവിടെയായിട്ട് കാണാം നമുക്ക്. അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞിട്ട് നെയിം ബോർഡൊക്കെ കാണുന്നുണ്ട്. കാണുന്നതാണ് അങ്ങാടിപ്പുറം സ്റ്റേഷൻ. ഇങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ നിന്നും വണ്ടിയെടുത്ത് ഇതാ പോകുന്നു കേട്ടോ. അത്യാവശ്യം ഒരു വലിയ സ്റ്റേഷനാണ് കേട്ടോ അങ്ങാടിപ്പുറം എന്ന് പറയുന്നത്. ഇനിയൊരു വലിയ സ്റ്റേഷൻ വരുന്നത് നമുക്ക് ഷൊർണൂരാണ്. കാണാട്ടോ നമുക്ക്. ഈ ഒരു റൂട്ടിലെ വെച്ച് നോക്കുമ്പം കുറച്ച് വലിയ സ്റ്റേഷനാണിത്. കാണാൻ പറ്റും. സമയം ഇപ്പം 5:40 കഴിഞ്ഞിട്ടോ. സൺസെറ്റിൻ്റെ ഒക്കെ ടൈം ആയി വരുമ്പോൾ ഞാൻ ഈ ട്രെയിനിൽ നിന്നുള്ളൊരു കാഴ്ചയും കാണിച്ചു തരാം കേട്ടോ. നമുക്കിതാ ആ ഒരു ഭാഗത്തായിട്ട് സൂര്യനിങ്ങനെ അസ്തമിക്കാറായി വരുന്നത് കാണാം. അതുപോലെ മൊത്തം കൃഷിസ്ഥലം കേട്ടോ. പാടമാണ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടം. നമ്മൾ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് 2 സ്റ്റേഷൻ കൂടി കഴിഞ്ഞാൽ ഷൊർണൂരാണ് വരുന്നത്. അപ്പോഴേക്കും നമുക്കിതാ കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നന്നായിട്ട് കാണാം കേട്ടോ. അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യനിങ്ങനെ അസ്തമിക്കാറായിട്ട് വരുന്നതൊക്കെ കാണാൻ പറ്റും. അവിടെയായിട്ട് നമുക്ക് മയിലിനെ കാണാം കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും മയിലിനെ. അവിടെ 3 മയിൽ നിൽക്കുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും നമുക്ക് ഇതേപോലെ മയിലുകളും അടിപൊളി കാഴ്ചകളൊക്കെ. നമ്മളങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുക കേട്ടോ. സ്റ്റേഷനിലോട്ട് എത്താറായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 4 മിനിറ്റൊക്കെ ടൈം വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ പെട്ടെന്ന് വണ്ടി എടുക്കും. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 20 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഓടുന്നത്. അപ്പം അധികം നേരം ഇവിടെ നിൽക്കില്ല കേട്ടോ. 4 മിനിറ്റ് 5 മിനിറ്റ് കൂടുതൽ നിൽക്കില്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നമ്മളിത് അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ എത്തിയിട്ടോ. ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഷൊർണൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നെയിം ബോർഡൊക്കെ കാണാം. നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ കയറുന്നത്. 2ാമത്തെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ഷൊർണൂരിൽ നിന്ന് എടുത്തിട്ടോ. കറക്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് എടുത്തു. ഇവിടെ കാണാട്ടോ നമുക്ക് ഷൊർണൂർ ജംഗ്ഷൻ. സമയം ഇപ്പം 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയപ്പോഴേക്കും എന്താ സ്കൈയുടെ കളറൊക്കെ മാറി കേട്ടോ.
ഒരുവിധം ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നത്. ഒരു പുഴയുടെ അരികെ പിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കാണാം, നമുക്ക് വറ്റി കിടക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തി കേട്ടോ. ഒറ്റപ്പാലെത്തി. കാണുന്നത് ഒരു കള്ള് ഷാപ്പാട്ടോ. ഈ ഒരു റൂട്ടിൽ നമുക്ക് ഒരുപാട് കാണാം കേട്ടോ. സ്റ്റേഷൻ അരികിലൊക്കെ ആയിട്ട് ഒരുപാട് കള്ള് ഷാപ്പുകൾ കാണാൻ പറ്റും. ആറേമുക്കാൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ലക്കിടി എത്താറായി. ലക്കിടി സ്റ്റേഷൻ എത്താറായിട്ട് ഇല്ല, കുറച്ചൊക്കെ ഇരുട്ടായി തുടങ്ങി. അടിപൊളിയായിട്ട് ഈ ഒരു ടൈമിലൊക്കെ ട്രെയിൻ യാത്ര. സ്കൈയുടെ കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചയൊക്കെ കുറച്ച് ഇരുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി പാലക്കാട് എത്തിയിട്ട് കാണാം. നമ്മൾ ലക്കിടി സ്റ്റേഷൻ വിടാറായിരിക്കും. നമുക്കിനി പാലക്കാട് എത്തിയിട്ട് കാണാം. നമ്മളിങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. നമുക്കത് അവിടെ ആയിട്ട് കാണാം. ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യുന്നത് പാലക്കാട് ജംഗ്ഷന് ഇപ്പുറത്തെ സൈഡിലാട്ടോ നമ്മൾ പ്ലാറ്റ്ഫോം വരുന്നത്. ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണെന്ന് കേട്ടോ. കാണാം, നമുക്ക് ഒന്നിലേക്കാണ് നമ്മുടെ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 7:25 ആയി. നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു 25 മിനിറ്റോളം ലേറ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പം. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഈ ഒരു വഴിയാട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു സൈഡിലാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ പാർക്കിംഗ് കാണാം കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിലമ്പൂരിൽ നിന്ന് പാലക്കാട് വരെ ഒരു ട്രെയിൻ യാത്രയായിരുന്നു. ഏകദേശം 110 കിലോമീറ്റർ 30 രൂപ ആയിരുന്നു കേട്ടോ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ചാർജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിലമ്പൂരിൽ നിന്ന് പാലക്കാട് വരെയുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ ആഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.